നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എഴുതി കാണിക്കുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയ ബേസ്ഡ്. അപ്പം നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം വേസ്റ്റ് ആവും. വെച്ചാൽ എനിക്കും നിങ്ങൾക്കും വേസ്റ്റ് ആവും. കാരണം ഞാൻ ബോർഡിൽ എഴുതി കാണിക്കുന്ന സമയമൊക്കെ നമുക്ക് രണ്ടുപേർക്കും നഷ്ടം. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ നോട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സമയം ലാഭിക്കാം. നോട്ട് വേണമെന്നുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ഔട്ട് എനി 4 പോയിന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡിനെയും അമോർഫസ് സോളിഡിനെയും തമ്മിലുള്ള 4 വ്യത്യാസങ്ങൾ എഴുതുക. നോക്കാം, ക്രിസ്റ്റലൈനും അമോർഫസും. ക്രിസ്റ്റലൈനിൽ നോക്കാം, ഒന്നാമത്തത് ലോങ് റേഞ്ച് ഓർഡർ ആണ് ഇൻ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. എന്താണ് ലോങ് റേഞ്ച് ഓർഡർ ഇൻ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. അമോർഫസിലാണെങ്കിലോ അത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ബൈ കംപ്ലീറ്റ് ചെയ്യണേ, ഇൻ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്ന്. ഇനി അടുത്ത് ക്രിസ്റ്റലൈനിൽ പറയുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ അറിയപ്പെടുന്ന പേരാണ് ദേ ആർ ട്രൂ സോളിഡ്. എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അമോർഫസിലാണെങ്കിലോ ദേ ആർ സ്യൂഡോ സോളിഡ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നു. ക്രിസ്റ്റലൈൻ സോളിഡിലെ അടുത്ത പോയിന്റ് അനിസോട്രോപിക് ഇൻ നേച്ചർ ആണ്. അനൈസോട്രോപിക് ഇൻ നേച്ചർ ആണ്. അമോർഫസ് ആണെങ്കിലോ അത് ഐസോട്രോപിക് ഇൻ നേച്ചർ ആണ്. ക്രിസ്റ്റലൈനിലെ അടുത്ത പോയിന്റ് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. പക്ഷേ അമോർഫസ് ആണെങ്കിലോ ഇറഗുലർ ഷേപ്പ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ ദേ ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അമോർഫസ് ആണെങ്കിൽ ദേ ഹാവ് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്. നമുക്ക് നോക്കാൻ നോട്ടറിക്കൂടെ ഫോട്ടോ എടുക്കുന്നത് എടുത്തോളൂ. ലോങ് റേഞ്ച് ഓർഡർ ഇൻ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അമോർഫസ് ആണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ. ക്രിസ്റ്റലൈൻ ദേ ആർ ട്രൂ സോളിഡ്. അമോർഫസ് ദേ ആർ സ്യൂഡോ സോളിഡ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. ക്രിസ്റ്റലൈൻ അനൈസോട്രോപിക് ഇൻ നേച്ചർ ആണ്. അമോർഫസ് ഐസോട്രോപിക് ഇൻ നേച്ചർ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. അമോർഫസ് ആണെങ്കിൽ ഇറഗുലർ ഷേപ്പ് ആണ്. ക്രിസ്റ്റലൈനിൽ ദേ ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അമോർഫസ് ദേ ഹാവ് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നോക്കിയാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫ്രങ്കൽ ഡിഫക്റ്റ്? വൈ ഡസ് LiCl നോട്ട് എക്സിബിറ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ്? അടുത്ത എക്സ്പ്ലെയിൻ ദ പിങ്ക് കളർ ഓഫ് LiCl വെൻ ഹീറ്റഡ് ഇൻ ദ വേപ്പർ ഓഫ് Li. 3 ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഒന്ന്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണെന്ന് നോക്കിയാണേ. ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത് അയോണിക് സോളിഡ് ആണ്. ദേ ആർ ഷോൺ ബൈ അയോണിക് സോളിഡ്. എന്താണ് ഡിഫക്റ്റ്? എന്താണ്? സ്മാളർ അയോൺ ഈസ് ഡിസ്ലൊക്കേറ്റഡ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ടു ആൻ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. എന്താണ് പറഞ്ഞത്? സ്മാളർ അയോൺ എന്ത് ചെയ്യും? ഡിസ്ലൊക്കേഷൻ സംഭവിച്ച് നോർമൽ സൈറ്റിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് പോകും. അപ്പം എന്ത് സംഭവിക്കും? ക്രിയേറ്റ് വേക്കൻസി ഡിഫക്റ്റ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ സൈറ്റ്. എന്ത് ചെയ്യും? ഒറിജിനൽ സൈറ്റിലൊരു വേക്കൻസി ഡിഫക്റ്റും ആൻഡ് ആൻ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് അറ്റ് ഇറ്റ്സ് ന്യൂ ലൊക്കേഷൻ എന്ന് സംഭവിക്കും. അവിടെ ഒരു ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഉണ്ടാവും. എക്സാമ്പിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ തന്നിട്ട് നിങ്ങളോട് ഇത് ഫ്രങ്കൽ ഡിഫക്റ്റ് ആണോ സ്കോട്ട്കി ഡിഫക്റ്റ് ആണോ എന്ന് ചോദിക്കും. സോ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഫ്രങ്കലിൽ ZnS, AgCl, AgBr, AgI. എന്താണ് ഇത്? ഇങ്ങനെ ഈ 4 കോമ്പൗണ്ട് ഇത് കാണിക്കാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക സ്മാൾ സൈസ് ഓഫ് Zn2 പ്ലസും Ag പ്ലസും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ബി വായിക്കൂ. വൈ ഡസ് LiCl നോട്ട് എക്സിബിറ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ്? LiCl എന്തുകൊണ്ട് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നില്ല? ഉത്തരം സിമ്പിളാണ്. സൈസ് ഓഫ് Li ഈസ് ബിഗർ ദാൻ ദി വോയിഡ്. വോയിഡിനേക്കാളും Liയുടെ സൈസ് എന്ന് പറഞ്ഞാൽ വലുതാണ്. ഇനി അടുത്ത് വായിക്കാം. explain the pink color of LiCl when heated in the vapor of Li. നോക്കാം. When crystal of LiCl are heated in the atmosphere of Li vapor, the Li atom are deposited on the surface of the crystal. എന്താണ്? LiCl നമ്മുടെ Li വേപ്പറിലെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? Li ആറ്റംസ് ക്രിസ്റ്റലിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. The Cl minus ion diffuse to the surface of the crystal and combine with the Li atom to form LiCl. എന്ത് ചെയ്യും? Cl മൈനസ് അയോൺസ് എന്ത് സംഭവിക്കും? Li ആറ്റമായിട്ട് കമ്പൈൻ ചെയ്ത് LiCl ഫോം ചെയ്യും. This happens by loss of electron by Li atom to form Li plus ions. എന്താണ്? Li ആറ്റത്തിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് Li plus അയോൺസ് ആയി മാറിയതിനു ശേഷമാണ് എന്തുണ്ടാവുന്നത്? LiCl ഉണ്ടാവുന്നത്. അപ്പം the released electron എന്ത് ചെയ്യും? diffused into the crystal and occupy anionic site. എന്ത് ചെയ്യും? റിലീസ് ആയ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആനോണിക് സൈറ്റിൽ പോയി ഒക്യുപ്പൈ ചെയ്യും. ദ ആനോണിക് സൈറ്റ് ഒക്യുപ്പൈഡ് ബൈ അൺപെയർ ഇലക്ട്രോൺസ് ആർ കാൾഡ് എഫ് സെൻറ്റർ. ഇങ്ങനെ ആനോണിക് സൈറ്റിൽ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആനോണിക് സൈറ്റിനെ വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റർ.
അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ. ദ ഇമ്പാർട്ട് പിങ്ക് കളർ ടു ദ ക്രിസ്റ്റൽ ഓഫ് LiCl. എന്ത് ചെയ്യും, അതാണ് എന്ത് ചെയ്യണേ, ഈ ക്രിസ്റ്റലിന് പിങ്ക് കളർ കൊടുക്കുന്നത്. ദ കളർ റിസൾട്ട് ബൈ എക്സൈറ്റേഷൻ ഓഫ് ദീസ് ഇലക്ട്രോൺ വെൻ ദേ അബ്സോർബ് എനർജി ഫ്രം ദ വിസിബിൾ ലൈറ്റ് ഫാളിംഗ് ഓൺ ദ ക്രിസ്റ്റൽ. എന്താണ് ഇതെന്ത് ചെയ്യും, കളർ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എക്സൈറ്റേഷൻ സംഭവിക്കും. എങ്ങനെയാണ്, വിസിബിൾ റീജിയനിൽ ലൈറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റേഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ, ഇവിടെ നമുക്ക് പിങ്ക് കളർ തരുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ LiClന് പകരം NaCl ആണ് തരണമെങ്കിൽ അവിടെ കളർ യെല്ലോ ആയിരിക്കും. KCl ആണ് തരണമെങ്കിൽ വയലറ്റ് ആയിരിക്കും. ഇതിൽ മാറ്റം വരുത്ത വേറെ ഒന്നുമില്ല. LiCl കിടക്കുന്നിടത്തെല്ലാം NaCl ആക്കുക ക്വസ്റ്റ്യനിൽ LiCl ആണെങ്കിൽ. ഇനി ക്വസ്റ്റ്യൻ KCl ആണെങ്കിൽ LiCl കിടക്കുന്നിടത്തെല്ലാം എന്താ KCl ആക്കുക. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. A unit cell has A equal to B equal to C and alpha equal to beta equal to ഗാമ ഉണ്ട് കേട്ടോ. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയാൽ സബ് ക്വസ്റ്റ്യൻ നെയിം 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 യൂണിറ്റ് സെൽ ഇൻ ദ എബോവ് 3 കേസസ്. നോക്കാം. ഒന്നാമത്തെ ഉത്തരം പ്രിമിറ്റീവ് ക്യൂബിക് സെല്ല്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സെല്ല്, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സെല്ല്. ഇതാണ് മൂന്നെണ്ണത്തിൻ്റെ ഉത്തരം. ഓക്കെ, ഒന്നാമത്തെ ഉത്തരം. അടുത്ത് നോക്കാം യൂണിറ്റ് സെല്ലിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ്. ഒന്നാമത്തെ നോക്കാം പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ നമ്പർ ഓഫ് ആറ്റം. ദിസ് യൂണിറ്റ് സെൽ ഹാവ് ആറ്റം ഓൺലി അറ്റ് ഇറ്റ്സ് കോർണർ. ദെയർ ആർ 8 കോർണേഴ്സ് ഇൻ എ കോപ്പ്. ഒരു ക്യൂബിൽ 8 കോർണർ ഉണ്ടല്ലേ. ഈ 8 കോർണറിൽ എന്തുണ്ട്, ആറ്റംസ് ഉണ്ട്. അപ്പോൾ 8 ആറ്റം ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്താണ്, ദെയർഫോർ കോൺട്രിബ്യൂഷൻ ബൈ ആറ്റം അറ്റ് ഇറ്റ്സ് കോർണർ ഈക്വൽ ടു 1/8. പക്ഷേ ഒരു ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 1/8 ഉള്ളൂ. Therefore, total number of atoms in 1 unit cell equal to 8 into 1/8, 1 atom. അടുത്ത body centered cubic unit cell BCC. In BCC, unit cell has an atom at each of its corner and also 1 atom at its body center. എന്താണ്, 8 കോർണറിലും എന്ത് ചെയ്യും, ഓരോ ആറ്റം വെച്ച് കാണും. മാത്രമല്ല ബോഡിയുടെ സെൻറ്ററിലും ഒരു ആറ്റം കാണും. പക്ഷേ എന്താണ് പ്രത്യേകത, നേരത്തെ പറഞ്ഞ കണക്ക് കോർണറിലുള്ള ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8 ഉള്ളൂ. അതാണ് എടുത്ത് എഴുതിയിരിക്കണേ. Therefore, contribution by atom at the corner 8 into 1/8 equal to 1 atom. 1 atom at the body center. അപ്പോൾ ടോട്ടൽ നമ്പർ എത്ര, 1 + 1 2 atom. ഓക്കെ, അടുത്ത FCC ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇൻ FCC യൂണിറ്റ് സെൽ ആറ്റം ഈസ് അറ്റ് ആൾ കോർണർ ആൻഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ആൾ ഫേസ് ഓഫ് ദി ക്യൂബ്. എന്താണ് പറഞ്ഞത്, ഈ പറഞ്ഞ 8 കോർണറിലും എന്ത് ചെയ്യും, ആറ്റം ഉണ്ടായിരിക്കും. മാത്രമല്ല എല്ലാ ഫേസിലും എന്ത് ചെയ്യും, ആറ്റം ഉണ്ടായിരിക്കും. 8 കോർണർ ആറ്റം ഇൻറ്റു 1 ആറ്റം പെർ യൂണിറ്റ് സെൽ എന്താണ്, 8 into 1/8 1 ആറ്റം. 6 ഫേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫേസിൽ പകുതിയെ മാത്രമേ കോൺട്രിബ്യൂഷൻ നടത്തുള്ളൂ. സോ 6 into 1/2 3. അപ്പോൾ ടോട്ടൽ നമ്പർ എത്ര, 1 + 3 equal to 4 ആറ്റം. ഓക്കെ, ഇനി അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നോക്കാം. പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഒന്നാമത്തെ പാരാമാഗ്നറ്റിക്, ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അതെന്താണ്, വീക്ക്ലി അട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. എന്നാൽ ഫെറോമാഗ്നറ്റിക് ആണെങ്കിലോ ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ്. പാരാമാഗ്നറ്റിക് നോക്കാം, they lose their magnetism in the absence of magnetic field. എന്ത് ചെയ്യും, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസ് എന്ത് ചെയ്യും, മാഗ്നറ്റിസം നഷ്ടപ്പെടും. പക്ഷേ ഫെറോമാഗ്നറ്റിക് ആണെങ്കിലോ ദേ ആർ പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ്. പാരാമാഗ്നറ്റിക് ആണ് നോക്കാം, പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കാരണമാണ് എന്ത് ചെയ്യണേ, പാരാമാഗ്നറ്റിക് ഉണ്ടാവുന്നത്. എന്നാൽ ഫെറോമാഗ്നറ്റിക് ആണെങ്കിലോ ആൾ ദി ഡൊമൈൻ ഗെറ്റ് ഓറിയൻറ്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എല്ലാ ഡൊമൈൻ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഓറിയൻറ്റേഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ പഠിക്കാം. പാരാമാഗ്നറ്റിക്കിൽ ഓക്സിജൻ Cu2+, Fe3+, Cr3+. ഒരിക്കൽ കൂടി ഓക്സിജൻ Cu2+, Fe3+, Cr3+. എന്നാൽ ഫെറോമാഗ്നറ്റിക് ആണെങ്കിലോ Fe, CO, Ni, Cro2, ഗാഡോലിനിയം. ഒരിക്കൽ കൂടി Fe, CO, Ni, Cro2, ഗാഡോലിനിയം. അയണ്, കൊബാൾട്ട്, നിക്കൽ, Cro2, ഗാഡോലിനിയം. ഓക്കെ, നോട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുത്തോളൂ പെട്ടെന്ന്. അടുത്ത ദിവസം നോക്കാം. ഇൻ ടൈംസ് ഓഫ് ബാൻഡ് തിയറി എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. നോക്കിയാണെങ്കിൽ ബാൻഡ് തിയറിയുടെ അനുസരിച്ച് കണ്ടക്ടറും ഇൻസുലേറ്ററും തരംതിരിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ദ അറ്റോമിക് ഓർബിറ്റൽ ഓഫ് മെറ്റൽ ആറ്റം ഫോം മോളിക്കുലർ ഓർബിറ്റൽ വിച്ച് ആർ സോ ക്ലോസ് ഇൻ എനർജി ടു ഈച്ച് അതർ സോ എസ് ടു ഫോം എ ബാൻഡ്. എന്താണ് മോളിക്കുലർ ഓർബിറ്റൽ, എന്ത് ചെയ്യും, അറ്റോമിക് ഓർബിറ്റൽ എന്ത് ചെയ്യും, മോളിക്കുലർ ഓർബിറ്റലായി കൺവേർട്ട് എന്ത് ചെയ്യും, ഫോം ആവും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ബാൻഡ് പോലെ ആക്ട് ചെയ്യും. എന്ത് ചെയ്യും, ഈ ബാൻഡിൽ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ, പാർഷ്യലി ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഇഫ് ദിസ് ബാൻഡ് ഈസ് പാർഷ്യലി ഫിൽഡ് ഓർ ഇറ്റ് ഓവർലാപ്പ് വിത്ത് ഹയർ എനർജി അൺഒക്യുപ്പൈഡ് കണ്ടീഷൻ ബാൻഡ്. എന്താണ് ഈ പറഞ്ഞ ബാൻഡ്
ഹയർ എനർജി ബാൻഡായ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഓവർലാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പാർഷ്യലി ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ക്യാൻ ഈസിലി ഫ്ലോ അണ്ടർ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോ ചെയ്യാൻ പറ്റും. ആൻഡ് മെറ്റൽ ഷോ കണ്ടക്ടിവിറ്റി, നമ്മൾ എന്ത് ചെയ്യും, മെറ്റൽ കണ്ടക്ടിവിറ്റി ഷോ ചെയ്യും. നോക്കിയാണെങ്കിൽ ഇതാണ് കാണിച്ചിരിക്കുന്നത്, പാർഷ്യലി ഫിൽഡ് ആണ് ഇടത് സൈഡ് കാണിച്ചിരിക്കുന്നത്, ഓവർലാപ്ഡ് ആണ് വലത് സൈഡ് കാണിച്ചിരിക്കുന്നത്. നോക്കാം, ഇഫ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് ദി നെക്സ്റ്റ് ഹയർ അൺഒക്യുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ലാർജ്. ഇവർക്കിടയ്ക്കുള്ള വാലൻസ് ബാൻഡിൻ്റെ ഇടയ്ക്കും കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഇടയ്ക്കുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺ കനോട്ട് ജമ്പ് ടു ദി ഇറ്റ്, എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിന് അവിടെ ചാടിപ്പോകാൻ പറ്റില്ല. ദീ സബ്സ്റ്റൻസ് ആർ കാൾഡ് ഇൻസുലേറ്റർ. ഇവരെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻസുലേറ്റർ. ഓക്കെ, പടം വരച്ചിട്ടുണ്ട്, നോട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുത്തോളൂ. ഓക്കെ, അടുത്ത സ്ലൈഡ് പോകാം. അടുത്ത് നോക്കിയാൽ അടുത്ത പാഠത്തിൽ ഞാൻ കുറച്ച് എഴുതിയിരിക്കണേ, വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ നേച്ചർ റിലേറ്റീവ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. എന്താണ് പറഞ്ഞത്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏതൊക്കെയെന്ന് നോക്കാം, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ്, ഒരിക്കൽ കൂടി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇനി അടുത്ത ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ബാക്കി മൂന്നും സോൾവെന്റ് ആണ്, ഓസ്മോട്ടിക് പ്രഷർ മാത്രം സൊല്യൂഷൻ ആണ്. ഓക്കെ, അടുത്ത നോക്കാം, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ഡിറ്റർമിനിങ് ദ മോളിക്കുലർ മാസ് ഓഫ് പോളിമർ ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രിഫേർഡ് ബൈ. പോളിമറിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്താനായിട്ട് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കിയാണേ, പ്രഷർ മെഷർമെന്റ് ഈസ് ടേക്കൺ അറൌണ്ട് ദ റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യണേ, നമ്മുടെ ഈ പ്രഷർ മെഷർമെന്റ് എടുക്കുന്നത്. പിന്നെ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഈസ് യൂസ്ഡ്, മൊളാരിറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ലാർജ് ഈവൻ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഡൈല്യൂട്ട് സൊല്യൂഷനിലെ പോലെ എന്ത് ചെയ്യും, നമുക്ക് വലിയൊരു മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻ. The solution which obey Raoult's law over the entire range of concentration is called the ideal solution. എന്താണ്, entire range of concentration Raoult's law പാലിക്കുകയാണെങ്കിൽ അങ്ങനത്തെ സൊല്യൂഷൻ ആണ് എന്ത്, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. The enthalpy of mixing of pure component to form the solution is 0. എന്താണ് ഈ പറഞ്ഞ എന്താൽപി ചേഞ്ച് എന്ത് ചെയ്യില്ല, മിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണേ എന്താൽപി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. അതായത് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് വെൻ കമ്പോണൻസ് ആർ മിക്സ്ഡ്. എന്ത് ചെയ്യും, മിക്സ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാവുകയില്ല, നശിക്കത്തുമില്ല. ഓക്കെ, ഡെൽറ്റ മിക്സ് എച്ച് ഈക്വൽ ടു 0. തീർന്നിട്ടില്ല, ഇനി പറയാനുണ്ട്. The volume of mixing is 0. The volume of mixing is 0. That is, the volume of solution would be equal to the sum of the volume of two component. രണ്ട് കമ്പോണന്റ് മിക്സ് ചെയ്യില്ലേ, ആ രണ്ടെണ്ണത്തിന്റെ ടോട്ടൽ സം ആയിരിക്കും എന്ത് ചെയ്യണേ, ടോട്ടൽ സൊല്യൂഷന്റെ വോളിയം എന്ന് പറയുന്നത്. ഡെൽറ്റ മിക്സ് വി ഈക്വൽ ടു 0. ഇനി അടുത്ത് നോക്കാം, വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഈസ് ഷോൺ ബൈ മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. വൈ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രോം റൗൾട്ട്സ് ലോ. എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് ചോദിച്ച ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. നോക്കാം എന്തുകൊണ്ടാണെന്ന്. ബിക്കോസ് ക്ലോറോഫോം മോളിക്യൂൾ ഈസ് ഏബിൾ ടു ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് അസറ്റോൺ. ഈ സ്ട്രക്ചറും കൂടെ പഠിച്ചു വയ്ക്കുക. വലത് സൈഡ് കാണുന്നതാണ് ക്ലോറോഫോം, CH-Cl3. ഇടത് സൈഡ് കാണിച്ചിരിക്കുന്ന CH3C CH3O എന്ന് പറയുന്ന അസറ്റോൺ. നമുക്ക് നടുക്ക് OH തമ്മിൽ എന്തുണ്ടാക്കാൻ പറ്റും, ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ, ഇവർക്ക് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കാനുള്ള കാരണം. അടുത്ത ദിവസം നോക്കാം, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഫ്രം ദിസ് ഡെറൈവ് an expression for the obtained molar mass of the solute. നോക്കാം, ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു എം ആണ്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു KBM അല്ലേ. പ്രൊപ്പോർഷണൽ മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, KBM. അറിയപ്പെടുന്ന പേര് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്. വേറെയും പേരുണ്ട്, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, മോളർ എലിവേഷൻ കോൺസ്റ്റന്റ്. എം മൊളാലിറ്റി ആണ്, ഡെൽറ്റ ടി ബി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ബാക്കി നോക്കാം. അവിടെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് മൊളാലിറ്റി M ഈക്വൽ ടു W2/M2 W1/1000 എന്ന് വരും. M ഈക്വൽ ടു 1000 ഇൻറ്റു W2 ഡിവൈഡ് ബൈ M2 ഇൻറ്റു W1 വരും. ഡെൽറ്റ ടി ബി ഈക്വൽ ടു KB ഇൻറ്റു 1000 ഇൻറ്റു W2 ഡിവൈഡ് ബൈ M2 ഇൻറ്റു W1. ഓക്കെ, അവിടെ നിന്ന് M2 നമുക്ക് കിട്ടും 1000 ഇൻറ്റു W2 ഇൻറ്റു KB ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു W1. W2 എന്താണ്, മാസ് സൊല്യൂട്ട്, W1 മാസ് സോൾവെന്റ്, M2 മോളർ മാസ് സൊല്യൂട്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ ഈ ക്ലാസ്സിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഈ ഡെറിവേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ചെയ്തത്. ആ സമയത്ത് ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓട്ടിച്ച് പറഞ്ഞു പോണേ. നോട്ട് തരാനാണ് ഈ ക്ലാസ്സിൽ നോട്ട് തരാനാണ് ഉദ്ദേശിക്കണേ. അടുത്ത് നോക്കാം, ഡിഫൈൻ കോൾറഷ് ലോ. കോൾറഷ് ലോ എന്താണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദി കാറ്റോൺ ആൻഡ് ആനോൺ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. കാണാൻ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും.
ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സം ഓഫ് ദി ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ആരുടെ കാറ്റോണിൻ്റെയും ആനോണിൻ്റെയും ഒരു ഇലക്ട്രോലൈറ്റിലുള്ള ആനോണിൻ്റെയും കാറ്റോണിൻ്റെയും ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ്റെ സമ്മാണ് സമ്മാണ് ഒരു മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയണേ. ഓക്കെ, ഇനി അടുത്ത ഡിഫൈൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ അപ്രോച്ചസ് സീറോ ഓർ അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ. എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് എന്താ എപ്പോഴത്തെ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ അപ്രോച്ചസ് സീറോ. കോൺസെൻട്രേഷൻ ചെയ്യണം സീറോ ആവുന്ന സമയത്തുള്ള, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ ആകുമ്പോൾ. ഇനി അടുത്ത് നോക്കാം ഡിറൈവ് നെസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൻ്റെ നെസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത് അടുത്തെന്തുണ്ട്? ഓക്കെ, നോക്കാം ഡിറൈവ് നെസ്റ്റ് ഇക്വേഷൻ നോക്കിയാണേ. Zn പ്ലസ് Cu2 പ്ലസ് ഗീവിങ് Zn2 പ്ലസ് Cu അല്ലേ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കാഥോഡ് നോക്കാം. കാഥോഡ് റിയാക്ഷൻ ഈ Cu2 പ്ലസ് ബാർ Cu എന്ന് പറയുന്നത് ഇതിങ്ങനെയാണ് വായിച്ചു തരും അല്ലേ. ഓക്കെ, ഇത് നോട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് വായിച്ചാൽ മതി, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ബാക്കി വീഡിയോ ക്ലാസ് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ജസ്റ്റ് ഫോട്ടോ എടുത്തോളൂ, ഞാൻ വീഡിയോ ക്ലാസ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചു തരാം. ഡെറിവേഷൻ അല്ല പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. റൈറ്റ് ഇനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ. പ്രൈമറി സെല്ലിൻ്റെയും സെക്കൻഡറി സെല്ലിൻ്റെയും ഡിഫറൻസ് എഴുതുക. ഓക്കെ, പ്രൈമറി സെല്ലിൽ നോക്കാം. ഇലക്ട്രോഡ് റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ്ഡ്. പ്രൈമറി സെല്ലിൽ ഇലക്ട്രോഡ് റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡറി സെല്ലിലാണെങ്കിലും ഇലക്ട്രോഡ് റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ എനർജി സോഴ്സ്. എന്ത് ചെയ്യാം? പുറത്തുനിന്നൊരു ഇലക്ട്രിക്കൽ എനർജി സോഴ്സ് വെച്ച് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഇലക്ട്രോഡ് റിയാക്ഷനെ റിവേഴ്സ് ചെയ്യാം. ഇനി അടുത്ത പ്രൈമറി സെല്ലാണെങ്കിൽ നോൺ റീചാർജബിൾ ആണ്, സെക്കൻഡറി സെല്ല് ദേ ആർ റീചാർജബിൾ ആണ്. എക്സാമ്പിൾ പഠിക്കുക. പ്രൈമറി സെല്ലിന് ലെക്ലാഞ്ച് സെല്ലാണ് എക്സാമ്പിൾ. സ്റ്റോറേജ് സെല്ലിലാണെങ്കിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം വാട്ട് ആർ ഫ്യൂവൽ സെൽ. ആൾസോ റൈറ്റ് ഇൻ ടു അഡ്വാൻറ്റേജ്. നോക്കാം ഗാൽവാനിക് സെല്ല് വിച്ച് കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ ലൈക്ക് ഹൈഡ്രജൻ, മീഥേൻ, മെത്തനോൾ എക്സെട്ര. ഓക്സിജൻ വിട്ടുപോയോ? ഓക്കെ, ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ, മീഥേൻ, മെത്തനോൾ എക്സെട്ര ഡയറക്ട്ലി ടു ഇലക്ട്രിക്കൽ എനർജി ഈസ് കാൾഡ് ഫ്യൂവൽ സെൽ. ഇതാണ് ഗാൽവാനിക് സെല്ല് വിച്ച് കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ ലൈക്ക് ഹൈഡ്രജൻ, മീഥേൻ, മെത്തനോൾ എക്സെട്ര ഡയറക്ട്ലി ടു ഇലക്ട്രിക്കൽ എനർജി. ഇവരെന്ത് ചെയ്യണം? ഈ ഇവരുടെ ഹൈഡ്രജൻ, മീഥേൻ, മെത്തനോളിൻ്റെ കമ്പഷൻ ചെയ്ത് എന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂവൽ സെല്ല്. എക്സാമ്പിൾ H2O2 സെൽ. അഡ്വാൻറ്റേജ് നോക്കാം. ദേ ആർ പൊല്യൂഷൻ ഫ്രീ. സെൽസ് റൺസ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടൻ്റ് ആർ സപ്ലൈഡ്. എന്താണ്? റിയാക്ടൻ്റ് സപ്ലൈ കൊണ്ടിരിക്കുന്ന കാലത്തോളം എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഹൈ എഫിഷ്യൻ്റ് ആണ്, 7% എഫിഷ്യൻ്റ് ഉണ്ട്. തെർമൽ പ്ലാന്റിൽ 40% ഉള്ളൂ, പക്ഷേ ഇവിടെയോ ഹൈലി എഫിഷ്യൻ്റ് ആണ് ഈ പറഞ്ഞ ഫ്യൂൽ സെൽ എന്ന് പറയണേ. അടുത്ത് നോക്കാം റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് H2O2 സെൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. കാഥോഡ് നോക്കാം. കാഥോഡിൽ ഓക്സിജൻ പ്ലസ് 2 മോൾ വാട്ടർ പ്ലസ് 4 ഇലക്ട്രോൺ ഗിവിംഗ് 4 OH മൈനസ്. കാണാൻ പഠിക്കാം. കാഥോഡ് റിയാക്ഷനിൽ O2 പ്ലസ് 2 വാട്ടർ പ്ലസ് 4 ഇലക്ട്രോൺ ഗിവിംഗ് 4 OH മൈനസ്. ആ ആനോഡ് ആണെങ്കിലോ 2H2 പ്ലസ് 4 OH മൈനസ് ഗിവിംഗ് 4H2 പ്ലസ് 4 ഇലക്ട്രോൺ. ഒരിക്കൽ കൂടി അറ്റ് ആനോഡ് 2H2 പ്ലസ് 4 OH മൈനസ് ഗിവിംഗ് 4H2 പ്ലസ് 4 ഇലക്ട്രോൺ. ഓവറോൾ റിയാക്ഷൻ നോക്കാം. 2 H2 പ്ലസ് ഓക്സിജൻ ഗിവിംഗ് 2 വാട്ടർ. ഓക്കെ, അടുത്ത് നോക്കാം റൈറ്റ് ഇനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ നോക്കാം. എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്, മോളിക്കുലാരിറ്റി തിയറിറ്റിക്കൽ വാല്യൂ ആണ്. ഓർഡർ ക്യാൻ ബി 0, പക്ഷേ മോളിക്കുലാരിറ്റി കനോട്ട് ബി 0. ഓർഡർ നോക്കാം ക്യാൻ ബി ഫ്രാക്ഷൻ വാല്യൂ വരാം, പക്ഷേ മോളിക്കുലാരിറ്റി കനോട്ട് ബി എ ഫ്രാക്ഷൻ വാല്യൂ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. വാട്ട് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? വെൻ ദ സം ഓഫ് ദി പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ടേം ഇൻ ദ റൈറ്റ് എക്സ്പ്രഷൻ ഈസ് 1, ദാറ്റ് റിയാക്ഷൻ ഈസ് കാൾഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്കറിയാം കോൺസെൻട്രേഷൻ ടേംസിൻ്റെ റൈറ്റ് എക്സ്പ്രഷനിൻ്റെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവർ ഉണ്ടല്ലോ, അത് കൂട്ടുന്ന സമയത്ത് 1 കിട്ടണമെങ്കിൽ അതാണെന്ത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അത് 0 കിട്ടണമെങ്കിൽ 0 ഓർഡർ റിയാക്ഷൻ, 2 കിട്ടണമെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. നമുക്കതറിയാം. അടുത്ത് നോക്കാം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റൈറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് റിയാക്ഷൻ. ഇക്വേഷൻ കാണാൻ പഠിക്കുക. ഫോർ 0 ഓർഡർ ആണെങ്കിൽ K ഈക്വൽ ടു R0 ബൈ 2 T ഹാഫ്. എന്താണ്? ഒരിക്കൽ കൂടി K ഈക്വൽ ടു R0 ബൈ 2 ഇൻറ്റു T ഹാഫ്. R0 എന്താണ്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. T ഹാഫ് ടൈം റിക്വയർഡ് ടു അറിയാമല്ലോ, ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ടൈമാണ് T ഹാഫ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ K ഈക്വൽ ടു 0.693 ബൈ T ഹാഫ് വരും. K ഈക്വൽ ടു 0.693 ബൈ T ഹാഫ്. അടുത്ത് നോക്കാം വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് റിയാക്ഷൻ ബൈ ഡെറൈവിംഗ് ദ ഇക്വേഷൻ ഓഫ് T ഹാഫ്. ഓക്കെ, ഇത് അതിൻ്റെ ഡെറിവേഷൻ ആണല്ലേ. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ,
ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ? എന്താണെന്ന് നോക്കാം. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ടൈം ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ റിയാക്ഷൻ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. താങ്ക് യു.